തന്നെ നമുക്കൊരു ജീവൻ നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കത് എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കാം. ഒരിക്കലും നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല. അപ്പം അത്രയും വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ രക്ഷിക്കുക എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അല്ല, അവർ കരയായിരുന്നു ആക്ച്വലി. പമ്പയാറിൽ ഒഴുക്കിൽപ്പെട്ട ശ്രീകല എന്ന വീട്ടമ്മയെ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ശ്രീനിവാസി സാറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിസാഹസികമായിട്ടാണ് സാർ രക്ഷപ്പെടുത്തുന്നത്. അതും ഡ്യൂട്ടിയിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനല്ലായിരുന്നു. കുടുംബമായി ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഫയർഫോഴ്സുകാരെ സംബന്ധിച്ചോളം രക്ഷാപ്രവർത്തനം പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഇന്നലെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു സാറിനല്ലേ? അതെ, വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന പോലെയല്ല. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അതിന് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. സ്റ്റേഷനിൽ നിന്നൊരു വർക്കിന് പോകുമ്പോൾ റിസ്ക് ഞാൻ മാത്രം അല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവർ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. ശരിക്കും ജീവൻ നല്ലോണം അപകടത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി മുകളിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്തായിരുന്നു സംഭവം വിവരിക്കാറുണ്ടല്ലേ? ഞങ്ങളിന്നലെ ഒരു മണ്ടോത്തുരുത്ത് വരെ ഒരു ഉല്ലാസയാത്ര പോയിട്ട് തിരിച്ചു വന്ന സമയത്താണ് ഈ പണനാട് പാലം മിത്രമടം പാലത്തേക്ക് ഇറങ്ങി പാലം ഇറങ്ങാറായപ്പോഴത്തേക്കും 2-3 പേര് ഒരു കയറൊക്കെ ആയിട്ട് അങ്ങോട്ടത്തേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ കുറേ ചുണ്ടയിരുന്ന ആൾക്കാരുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ നടക്കൊരു മണൽത്തിട്ടയിൽ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഒരാകപ്പാടെ നമ്മൾ മേളിൽ നോക്കുമ്പോഴേ അറിയാം. ശരിക്കും വ്യക്തമല്ലെങ്കിൽ കൂടെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. മേളിൽ നിന്ന് കയറിട്ട് എറിഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് അവർ അടുത്ത് എത്തുന്നില്ല. ഞാൻ പെട്ടെന്ന് പാലത്തിന് താഴെ ഇറങ്ങി, പാലത്തിൻ്റെ സൈഡിൽ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നീന്തി അവർ അടുത്ത് ചെന്നു. അപ്പോഴത്തേക്കും കരയിൽ നിന്ന് ആൾക്കാർ കയറിട്ട് നിന്നു. ഒരു കയറ് വെള്ളത്തിൽ കിടപ്പുണ്ടാവും. ഞാൻ ആ കയറെടുത്ത് അവരെ കെട്ടി വേറൊരു കയറെടുത്ത് തന്നത് ഇട്ട് തന്നിട്ട് നമ്മൾ അടുത്തേക്ക് വന്നില്ല. ഞാൻ അവരെ നീന്തി ചെന്ന് ആ കയറെടുത്തിട്ട് വന്ന് ഈ കയറുമായിട്ട് കൂട്ടിക്കെട്ടി. നമുക്ക് റെസ്ക്യൂ വർക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന കെട്ടുണ്ട്, ബോലയിൽ നിന്നുള്ള കെട്ടുണ്ട്. ആ കെട്ട ലേഡിയുടെ ദേഹത്ത് കെട്ടിയിട്ട് ഞാൻ അവരെ പുറകിൽ നിന്ന് പിടിച്ചു. പിന്നെ ബാക്കി ഫ്രണ്ടിൽ നിന്ന് ആൾക്കാർ, ആ താഴെ നിന്ന് ആൾക്കാർ 2 പേര് കൂടി വലിച്ച്, അങ്ങനെയാണ് ഞാൻ ആ സ്ത്രീയായിട്ട് കരയ്ക്ക് എത്തുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാണ് നല്ല ഒഴുക്കുണ്ടായിരുന്നല്ലേ? നല്ല ഒഴുക്കുള്ള സ്ഥലമായിരുന്നു. ഈ ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആകുമ്പം റിസ്ക് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അന്നേരം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇന്നലെ ചാടി ഇറങ്ങാൻ തോന്നുമ്പോൾ എന്താണ് മനസ്സിലേക്കൊരു ചിന്ത? മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മൾ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്ന അതേ ഒരു മാനസികാവസ്ഥ തന്നെയായി കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ അല്ലേ പുറത്ത് ഞാൻ ഫയർ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. കാരണം താമസിച്ചാൽ ഇൻ കേസ് എനിക്ക് അവരെ കൊണ്ട് രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അവരെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോഴത്തേക്കും ടീം എത്തും, ചെങ്ങന്നൂർ ഫയർ സ്റ്റേഷനിൽ ആളെത്തും. അപ്പോൾ ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ലാതെ ഞാനൊരിക്കലും അവരെ കൊണ്ട് തിരിച്ച് കയറാവുന്നൊരു തൻ്റെ അടുത്തിലൊന്നും അല്ല ഇറങ്ങിയത്. പക്ഷേ ഇൻ കേസ് കിട്ടുകയാണ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തിരിച്ച് കയറാം. അതല്ല നല്ല റിസ്ക് ആണെങ്കിൽ അവരെ അവിടെ കാരണം അതൊരു മണൽത്തിട്ടയായിരുന്നു. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ മണൽ ഇടിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവരവിടെ നിന്നാൽ മണലിടിഞ്ഞ് അവർ വെള്ളത്തിൽ പോകും. അപ്പോൾ ഒരു കാരണവശാലും അവരങ്ങനെ പോകരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ തുണി ഇടയ്ക്കാൻ എത്തിയ സ്ത്രീയായിരുന്നു അല്ലേ? അടുത്ത് നിന്നപ്പോൾ സ്ത്രീ എന്താണ് പറഞ്ഞത്? അവരൊന്നും സംസാരിച്ചിട്ടില്ല. അതായത് ഞാൻ തിരിച്ച് പോരുന്നിടം വരെ അവരൊന്നും സംസാരിച്ചിട്ടില്ല. അവർ എൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് കേരളിലേക്ക് കയറി നടന്നു പോകുമ്പോഴും അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴും എല്ലാം അവരെൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അല്ലാതെ അവരൊരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഭയങ്കര പാനിക്കായിരുന്നു അവർ. ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ലേ? സാധിച്ചു. അപ്പം അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറോട് ചെയ്യണേ സാറേ, നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഫയർമാൻ എപ്പോഴും ഫയർമാനാണെന്നോട് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്, ഡ്യൂട്ടിയിലല്ലായിരുന്നു. അതെ, അദ്ദേഹം ഞങ്ങളുടെ നിലയത്തിലുള്ളതിൽ വെള്ളത്തിൽ വളരെ എക്സ്പേർട്ടുള്ള ഒരാളാണ്. അതായത് സ്കൂബയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിനൊരു അഭിനന്ദനാർഹമായ കാര്യമെന്ന് പറഞ്ഞത്, നമ്മൾ സാധാരണ എപ്പോഴും ഒരു ടീം വർക്കാണ്. അതായത് മിനിമം ഒരു 4-5 പേര് കൂടി ഒന്നിച്ചാണ് ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോഴോ കിണറ്റിലിറങ്ങുമ്പോഴോ എന്ത് ജോലി ചെയ്താലും മറ്റുള്ളവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ സഹപ്രവർത്തകരാരില്ല. അദ്ദേഹം യാത്രക്കിടയിൽ ഉണ്ടായൊരു സംഭവമാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണിത് കൈകാര്യം ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ആ ധൈര്യത്തെ നമ്മൾ വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ പ്രശംസിച്ചേ മതിയാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഫയർഫോഴ്സ് എന്ന് പറയുമ്പോഴേ ഡയൽ 101 പോലീസ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും നമ്മളുണ്ട്. കുട്ടികളുടെ കയ്യിൽ മോതിരം കുടുങ്ങിയാൽ, ഇനി മൃഗങ്ങൾ കിണറ്റിലാകപ്പെട്ടാൽ, അങ്ങനെ സർവ്വ മേഖലയിലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വാക്കാണ് ഫയർഫോഴ്സ്. ആർക്കും പറ്റാത്ത ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരുടെ ഈ മോതിരം ഇടുന്ന കേസുകെട്ടുകളൊക്കെ, ഊരാൻ വയ്യാത്ത കേസുകെട്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകെട്ടൊക്കെ
ഡോക്ടർമാർ നേരെ നിങ്ങൾ ഫയർഫോഴ്സിൽ ഫയർ സ്റ്റേഷനിൽ ചെന്നാൽ മതി, അവരുടെ എന്തെങ്കിലും സൊല്യൂഷൻ കാണുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടാണ് പറഞ്ഞു. ഇന്നലെ TMM ഒരു പേഷ്യൻറ്റിനെ റെഫറിങ് ലെറ്റർ കൊടുത്തിട്ട് ഇവിടെ വിട്ടേക്കുന്നു. ഡോക്ടർ ഒരു ലെറ്റർ കൂടെ കൊടുത്ത് വിട്ടേക്കുക, നിങ്ങൾ ഈ ലെറ്റർ കൊണ്ട് ഫയർ സ്റ്റേഷനിൽ ചെന്നാൽ മതി, അവർ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞു. അപ്പോൾ അതേ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് എന്ത് സേവനം ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, ഞങ്ങൾ വിളിപ്പുറത്ത് കാണും, നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കും. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളും നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും അതൊരു ടീം വർക്കാണ്. അതാണ് ശ്രീനിവാസ സാർ ഇപ്പോൾ ഈ കൈകൾ കൊണ്ട് ഇന്നൊരു വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. ഈ കരങ്ങൾ ഫയർഫോഴ്സിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. എന്താവശ്യം ഉണ്ടെങ്കിലും ആളുകൾ കോടിയെത്താവുന്ന അല്ലെങ്കിൽ വിളിക്കാവുന്ന നമ്പർ കൂടിയാണ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബട്ടൊപ്പം സുജിത് ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.